രംഗവേദിയിൽ ശബ്ദനിയന്ത്രണവും വെളിച്ചവിന്യാസവും സമാസമം ചേർത്തുവച്ച് നാടകങ്ങൾക്ക് പുതിയ ചാരുത നൽകാൻ പരിശ്രമിച്ച ആളാണ് ശങ്കുണ്ണി. വിജയങ്ങൾ എഴുതിയ മനുഷ്യൻ. മലയാള നാടകവേദിയിൽ KPSC എന്ന 4 അക്ഷരത്തിന്റെ പ്രശസ്തി വാനോളമുയർത്താൻ തോപ്പിൽ ഭാസി എന്ന പ്രതിഭയ്ക്കൊപ്പം നിന്ന പ്രഗത്ഭരായ കലാകാരന്മാരിൽ ഒരാളാണ് ഈ ശങ്കുണ്ണിയും. ഒരു സമിതിയുടെ മാത്രമല്ല, ഒരുപാട് നാടക സമിതിയുടെ ശബ്ദവും വെളിച്ചവും ഒരേ കാലത്ത് നിയന്ത്രിച്ചിരുന്നത് ശങ്കുണ്ണിയാണ്. എത്രയോ കാലം നാടകരംഗത്ത് പകരം പറയാനില്ലാത്ത പേരുകാരനായിരുന്നു ഇദ്ദേഹം. അഭിനയത്തിന് പ്രാധാന്യം വന്നപ്പോഴാണ് ലൈറ്റിൻ്റെ മാറ്റം വന്നത്. അഭിനയത്തിന് പ്രാധാന്യം ഇപ്പോൾ ഒരാൾ നിന്ന് സ്റ്റേജിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ ആളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് മസ്റ്റാണ്. പിന്നെ അത് അതിൻ്റെ വൈഡ് സ്മൂത്തും ആക്കാമെങ്കിൽ ആ ഒരാളുടെ ഫേസ് എക്സ്പ്രഷൻ മാത്രം വേണം നമ്മൾ കാണിക്കാൻ വെക്കും. അപ്പോൾ ഫ്ലാറ്റ് ലൈറ്റ് കിടക്കുന്ന ബാക്കി കിടക്കുന്ന ഫ്ലഡ് ലൈറ്റ് എല്ലാം ഡിമ്മറിൽ അങ്ങോട്ട് ഡിം ചെയ്തുകൊണ്ട് ഇത് എക്സ്പോസ് ചെയ്ത് നല്ല റേറ്റിൽ ഫേസ്. അങ്ങനെ ഈ അഭിനയ പ്രാധാന്യം വന്നപ്പോഴും ആണ് ഈ ഹൈലൈറ്റും ഈ സ്പോട്ട് ലൈറ്റും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുവരെ ഫ്ലാറ്റ് ലൈറ്റാണ്. ലൈറ്റ് ഇപ്പോൾ അത് ഓപ്പണർ ആയാലും ഈ സെയിം ലൈറ്റ് തന്നെയാണ്. കാണാമെന്നല്ലാണ്ട് അതിനുവേണ്ടി അഡീഷണൽ ലൈറ്റ് ഒരിക്കലും ചെയ്യാനൊക്കില്ല. കാരണം ഒരു നാടകത്തിന് വേണ്ടി പ്രത്യേക ലൈറ്റ് അറേഞ്ച് ചെയ്ത് റിഹേഴ്സൽ ചെയ്തപ്പോൾ മാറ്റം വരുത്താൻ പറ്റിയില്ല. ഓടിക്കൊടുന്ന് 2 ഫ്ലഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നാടകം പൊളിഞ്ഞു പോലും പറ്റിയല്ല. ഈ നാടകം എത്ര ദൂരെയാണ് ഈ ലൈറ്റിൽ കാണാൻ ഒക്കുള്ളൂ. സൗണ്ടിൻ്റെ പിന്നെ വരുന്ന വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന സിസ്റ്റത്തിൻ്റെ ഔട്ട് കൊടുത്തിട്ട് മറ്റേ ആംപ്ലിഫയറായിട്ട് കപ്പിൾ ചെയ്ത് കേൾപ്പിക്കാം. പക്ഷേ ലൈറ്റ് പറ്റിയത്. സ്റ്റേജിൽ ശങ്കുണ്ണി കെട്ടിപ്പൊക്കിയ മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ നടീനടന്മാർക്ക് പ്രത്യേകമായ ഊർജം കൈവരുമായിരുന്നു. അഭിനയത്തിനും അപ്പുറം അവരുടെ കഥാപാത്രങ്ങൾ ശബ്ദങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് സഞ്ചരിച്ചെത്തുന്നത് ഈ മൈക്കിലൂടെയാണ്. അതെ, അഭിനേതാക്കൾക്ക് പ്രേക്ഷക ഹൃദയങ്ങളിൽ വ്യക്തിമുദ്ര ചാർത്താൻ അരങ്ങൊരുക്കിക്കൊടുത്തത് ഇദ്ദേഹമായിരുന്നു. സംവിധായകനൊപ്പം ശങ്കുണ്ണിയും ചേരുന്നതോടെ നാടകത്തിന് പുതിയ ഭാവതലമുണ്ടായി. അരങ്ങിലെ നിഴലിനും വെളിച്ചത്തിനും പ്രത്യേക സൗന്ദര്യവും അർത്ഥവുമുണ്ടായി. ഗോസ്റ്റിൻ്റെ ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ റെഡ് ഇതൊക്കെ അപ്പാച്ചിയായിട്ട് പ്രത്യേക റെഡിൽ ലൈറ്റ് കാണിക്കുക. അത് അപ്പോൾ അതിനകത്ത് എക്സ്പ്രഷൻ്റെ പ്രശ്നമില്ല. എക്സ്പ്രഷനുള്ള കാണണമെങ്കിൽ വൈറ്റ് ലൈറ്റ് മസ്റ്റാണ്, കളർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളറാകാം. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഇപ്പോൾ ഒരു സന്ധ്യാസമയം കാണിക്കണം. സന്ധ്യാസമയം നമ്മൾ കംപ്ലീറ്റ് ഇട്ടിക്കഴിഞ്ഞ് ആക്ടേഴ്സിനെ കാണിക്കാനൊക്കെ അത് ബാക്ക്ഗ്രൗണ്ടിലാണ് സ്കൈ നമ്മൾ ഔട്ടാക്കിക്കൊണ്ട് അപ്പോഴും ഈ ആൾക്കാരുടെ ലൈറ്റ് സ്പോട്ടിൽ തന്നെ ആക്ടേഴ്സിനെ കാണിക്കണം. അപ്പോൾ ഈ ലൈറ്റ് ബാക്കിലോട്ട് അടിക്കാനും പാടില്ല. അത് ലൈറ്റിൻ്റെ ആംഗിൾ കറക്റ്റ് ചെയ്ത് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഈ ആക്ടേഴ്സ് എങ്ങനെ മൂവ് ചെയ്യണം ഈ സമയത്ത് അത് പഠിപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ എത്ര ദൂരം ഒന്നും കാണാം ഈ വൈറ്റ് ലൈറ്റില്ലേ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തന്നെ ഈ സന്ധ്യാസമയം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നാ വേണമെങ്കിലും മാറ്റുകയും ചെയ്യാം. ആക്ടിങ് ഏരിയയിലെ ലൈറ്റ് വൈറ്റായിട്ട് തന്നെ ആയിരിക്കണം. അത് സിംഗിൾ ആക്ടേഴ്സാണെങ്കിൽ നമ്മൾ സ്പോട്ട് ചെയ്ത് ഉപയോഗിക്കണം. അല്ല 2 പേരാണ്. അപ്പോൾ ഇത് തന്നെ ഈ സ്പോട്ട് ലൈറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ആക്ടേഴ്സ് പ്രത്യേകം ലൈറ്റ് കട്ട് ചെയ്യരുത്, മൂവ് ചെയ്യല്ലേ. ആ കട്ടിയായ അഭിനയിക്കാൻ പഠിപ്പിച്ചിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഞാൻ കണ്ടു ഒരുപാട് ലൈറ്റ് കെട്ടി നോക്കിയിട്ട് ചുമ്മാ ഒരു രംഗത്ത് ഒന്നും കെടുത്തു കത്തി. എന്താ ഇവർ അതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ അർത്ഥമില്ലേ, അതില്ല. ഞാൻ ഇന്നാണ് ഇവിടെ കുറേ കൊണ്ടുവന്നു. ഞാൻ എന്തിനാണെന്നറിയാം, ചുമ്മാ ഒരാൾ പടപടാ മഞ്ഞ ചെപ്പെടുന്ന് മാറ്റി കത്തി. ഞാൻ അതിൻ്റെ ഉപയോഗം തന്നെ ഈ പറയുന്ന പിന്നെ വേണമെങ്കിലാകാം. ലൈറ്റ് തന്നെ നിങ്ങൾക്കൊരു വികാര രംഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രേതത്തെ പേടിക്കുന്ന വേണമെങ്കിൽ നല്ല വൈറ്റ് ലൈറ്റിൽ ഒരു സൈഡിൽ നിന്ന് ഒരു ഫ്ലവർ റെഡ് ലൈറ്റ് ഇട്ട് ആ ഫേസ്, അപ്പോൾ നിങ്ങളുടെ ഫേസ് പ്രശ്നം പോകത്തുമില്ല. ഈ ഒരു ലൈറ്റിങ് കൊണ്ട് ദൂരെ നിൽക്കുന്ന ഒരു വികൃതമായിട്ട് തോന്നാം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുട്ടത്താക്കാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഈ ലൈറ്റ് ചുമ്മാ കൊണ്ട് പൊട്ടവാറ ഇട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. എങ്ങനെ ലൈറ്റ് ചെയ്യണം അത് ആദ്യം പഠിക്കണം. എങ്ങനെ ലൈറ്റ് ചെയ്യണം, കളർ ലൈറ്റ് എവിടെ ഉപയോഗിക്കണം, ഉപയോഗിക്കാതിരിക്കും കളർ ലൈറ്റ് ഉപയോഗിക്കണോ വേണ്ടയോ, ഹൈലൈറ്റ് വേണോ അതോ ഡിം ലൈറ്റ് വേണോ, ഇത് നമ്മൾ രംഗം കണ്ട് ആ കഥ പഠിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് ചെയ്യാനൊക്കെയാണ്. നാടകമായിട്ട് വലിയ പ്രശ്നമാണ്. ശരിയായിട്ട് നാടകവും നന്നായിരിക്കണം, ആക്ടേഴ്സ് നന്നായിരിക്കും, എന്നാലും ശരിയാവും. നമുക്കൊരു ഇൻസ്പിറേഷൻ പറ്റണമെങ്കിൽ നല്ല നാടകമാണ്, നല്ല ആക്ടേഴ്സ് കൊണ്ട് നമുക്ക് അതിനകത്ത് ഇത് കിട്ടും, എന്നാലും ശരിയാവും.